സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് ഓസ്ട്രേലിയയിലുള്ള വെരിബി സൗത്ത് എന്ന പ്രദേശത്തുള്ള ഒരു കൃഷിയിടത്തിലാണ്. ഇവിടെ വ്യാപകമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു ഇടമാണ്. നിങ്ങൾക്ക് കാണാം, ഇത് നോക്കി നല്ല ബഡ് ഉണ്ടാക്കി, അതായത് കമ്പോസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത് റൈസ് ഗാർഡൻ ബെഡ് ഉണ്ടാക്കിയിട്ട് അതില് നഴ്സറിയിൽ നിന്ന് ഉണ്ടാക്കിയ തൈ കൊണ്ടുവന്നിട്ട് നടുകയാണ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ വെള്ളത്തിന് സ്പ്രിംഗ്ലർ, ചെറിയ മിനി സ്പ്രിംഗ്ലർ ഉപയോഗിക്കുന്നു. ഇപ്പൊ ചെയ്തിരിക്കുന്നത് കാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ലെറ്റുസ്, ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃഷി എന്ന് പറയുന്നത് ഒരു 365 ദിവസം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വിളവ് കഴിഞ്ഞാൽ, ഈ ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് വേറെ എന്തെങ്കിലും ക്രോപ്പ് ആയിരിക്കും ചെയ്യുക. പിന്നെ വിന്ററിന് പ്രൊട്ടക്റ്റഡ് കവർ ഉപയോഗിച്ചിട്ട് കൃഷി ഇറക്കുന്നു. എത്ര ഹെക്ടർ കണക്കിനാണ് ഇത് ഇങ്ങനെ, രണ്ട് റോഡിന്റെ ഇരുവശത്തും ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ്. ആ ബഡൊക്കെ എന്ത് രസമാണ് കാണാൻ. എല്ലാം മാൻ പവർ ഇല്ലാണ്ട്, മനുഷ്യന്റെ അധ്വാനം ഇല്ലാണ്ട്, എല്ലാം മിഷനറി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കൃഷി ഇവിടെ ചെയ്യുന്നത്. വളരെ വ്യാപകമായിട്ട് ചെയ്യുന്ന കൃഷിയാണ്. നോക്കി, കാബേജ് എല്ലാം ഒരു സൈഡില് ഇതിപ്പോ ബഡ് ഉണ്ടാക്കുന്നു, മറ്റു സൈഡില് നടുന്നു. പിന്നെ അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉള്ള ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഓസ്ട്രേലിയയിലുള്ള ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, ഈ കോൾസ്, വേർഡ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ശൃംഖലകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ. അവിടെയൊക്കെ ഇവിടെ നിന്നാണ് സപ്ലൈ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഒരു സാധനം തന്നെ എല്ലാ ടൈമിലും കിട്ടാൻ വേണ്ടി ഡിഫറെന്റ് സ്റ്റേജിലാണ് അവർ നടുന്നത്. ഇപ്പൊ നോക്കിയപ്പോഴും ഒരു സൈഡിൽ ബഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നു, മറ്റേ സൈഡിൽ നടുന്നു ചെറുത്, പിന്നെ ഒരു സൈഡിൽ ഒരു പ്രായമായത്, പിന്നെ അടുത്ത് ഈൽഡ് എടുക്കാൻ പറ്റിയ ചെടികള്. ഇപ്പം കൂടുതൽ കണ്ടത് കോളിഫ്ലവറും കാബേജും സ്പിനാച്ചൊക്കെയാണ്. ലെറ്റസ് ഹൈഡ്രോപോണിക്സിന്റെ അകത്താണ് ലെറ്റസ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഈ സൗത്ത് വെരീബി എന്ന പറയുന്ന സ്ഥലത്ത് എനിക്കൊന്ന് തലമുറകളായി കൃഷി ചെയ്യുന്ന കൃഷിക്കാരുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഒത്തിരി വിശാലമായ കൃഷിഭൂമികള്, റോഡിന്റെ ഇരുവശത്ത് ഇങ്ങനെ, എന്താ നമ്മുടെ നാട്ടില് പണ്ട് ഞാൻ കണ്ടിട്ട് പുകയില കൃഷി അതുമാതിരിയുണ്ട്. ഇങ്ങനെ എന്തൊരു മനോഹരമാണ് കൃഷി. നല്ല ലോങ്ങിലായിട്ടാണ് അങ്ങനെ നട്ട് ഗ്യാപ്പൊക്കെ ഇട്ട് ഒരു കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ട്, പിന്നെ സ്പ്രിംഗ്ലറൊക്കെ ഒരു 6 മീറ്ററിൽ മിനി സ്പ്രിംഗ്ലറൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല, അതായത് വിളവെടുപ്പാണ്. വിളവെടുത്ത്